ഒരു രോഗിയുടെ വേദന എങ്ങനെയാണ് ശാസ്ത്രീയമായൊരു കണ്ടെത്തലായി മാറുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ചികിത്സകളായി മാറുന്നത് എങ്ങനെയാണ്? ഇതിന്റെ എല്ലാം പിന്നിലെ ഒരു രഹസ്യമെന്താണെന്നറിയാമോ? ശരിയായ ഒരു ചോദ്യം. അതെ, നഴ്സിംഗ് ഗവേഷണത്തിൽ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു പവറിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? ഓരോ നഴ്സിംഗ് ഗവേഷകനും ഈ ഒരു പ്രധാന വെല്ലുവിളി നേരിടുന്നുണ്ട്. രോഗിയുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം? ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. അപ്പോ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, പിന്നെ തുറന്ന ചോദ്യങ്ങളും അടഞ്ഞ ചോദ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. അതിനുശേഷം അടഞ്ഞ ചോദ്യങ്ങളുടെ പലതരം ടൂളുകൾ നമ്മൾ പരിചയപ്പെടും. അവസാനം ഏത് സാഹചര്യത്തിൽ ഏത് ചോദ്യമാണ് ബെസ്റ്റ് എന്ന് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താണ് ഈ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ വെറുതെ ചോദിക്കുന്ന പോലത്തെ ഒന്നാണോ ഇത്, അതോ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. ഗവേഷണത്തിൽ ചോദ്യം ചെയ്യൽ എന്നത് വെറുമൊരു ചോദ്യം ചോദിക്കലല്ല, അതൊരു കലയും ശാസ്ത്രവുമാണ്. ആളുകളുടെ മനസ്സിലിരുപ്പ്, അതായത് അവരുടെ അറിവ്, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് രീതിയാണിത്. ഇത് ചിലപ്പോൾ ഒരു ചോദ്യാവലി പൂരിപ്പിക്കാൻ കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചായിരിക്കാം. ഇനി നമുക്ക് ചോദ്യങ്ങളുടെ 2 പ്രധാനപ്പെട്ട ടൈപ്പുകളിലേക്ക് കടക്കാം. അതിലാദ്യത്തേത് നമുക്ക് ആഴത്തിലുള്ള വിവരങ്ങൾ തരുന്ന തുറന്ന ചോദ്യങ്ങൾ, അഥവാ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളെ നമുക്ക് സിമ്പിളായി 2ആയിട്ട് തിരിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വന്തം വാക്കുകളിൽ ഉത്തരം പറയാൻ സ്വാതന്ത്ര്യം തരുന്ന തുറന്ന ചോദ്യങ്ങൾ. മറ്റേത്, തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഒന്ന് ടിക്ക് ചെയ്താൽ മതിയാവുന്ന അടഞ്ഞ ചോദ്യങ്ങൾ. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെ, സാധാരണ എന്തുകൊണ്ട്, എങ്ങനെ, അല്ലെങ്കിൽ എന്ത് എന്നൊക്കെ തുടങ്ങുന്ന ചോദ്യങ്ങളില്ലേ, അതാണിവ. ഉദാഹരണത്തിന്, ഈ ചികിത്സ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർക്കവരുടെ ഫീലിംഗ്സ് അതേപോലെ പറയാൻ പറ്റും. നമ്മൾ അവരുടെ വായിൽ ഉത്തരങ്ങൾ വെച്ചു കൊടുക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാല്, ആളുകൾക്ക് അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഒരു അവസരം കിട്ടുന്നു എന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. സങ്കീർണമായ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ഇത് ബെസ്റ്റാണ്. പക്ഷേ ഇതിന് ചില പ്രശ്നങ്ങളുമുണ്ട്. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഉത്തരം തരുന്നത്. ചിലർ വാചാലരാകും, ചിലർ കുറച്ചേ പറയൂ. അപ്പോൾ ഈ പലതരം ഉത്തരങ്ങളെയൊക്കെ ഒരുമിച്ച് വിശകലനം ചെയ്യാൻ ഭയങ്കര പാടാണ്. മാത്രമല്ല, ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം ഒരുപാട് പോവുകയും ചെയ്യും. അപ്പോൾ തുറന്ന ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള ഈ ബുദ്ധിമുട്ട് എങ്ങനെ മറികടക്കും? അവിടെയാണ് നമ്മുടെ അടുത്ത ടൂൾ വരുന്നത്, അടഞ്ഞ ചോദ്യങ്ങൾ. ഇതിനെ നമുക്കൊരു ക്വിക്ക് സ്കാൻ എന്ന് വിളിക്കാം. ഇവിടെ ഉത്തരം പറയുന്ന ആൾക്ക് അത്ര സ്വാതന്ത്ര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം. നേരത്തെ പറഞ്ഞ് ചികിത്സ ഫലപ്രദമായിരുന്നോ എന്ന ചോദ്യത്തിന് അതെ, അല്ല എന്ന 2 ഓപ്ഷൻ കൊടുത്താൽ അതൊരു അടഞ്ഞ ചോദ്യമായി. ഇത് ഡേറ്റ കളക്ഷൻ ഭയങ്കര എളുപ്പമാക്കും. ഇതിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ എളുപ്പമാണ്. ഉത്തരം പറയാനും എളുപ്പം, കിട്ടിയ ഡാറ്റ കമ്പ്യൂട്ടറിലിട്ട് അനലൈസ് ചെയ്യാനും എളുപ്പം. ഒരുപാട് ആളുകളുടെ അഭിപ്രായം പെട്ടെന്ന് അറിയണമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. എന്നാൽ ഇതിനും ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനാകും. ശരിക്കും പറഞ്ഞാൽ, ഒരു രോഗിയുടെ സങ്കീർണമായ അനുഭവങ്ങളെ നമ്മൾ അതെ, അല്ലെങ്കിൽ അല്ല എന്ന 2 അക്ഷരത്തിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അടഞ്ഞ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെയല്ല. പല ആവശ്യങ്ങൾക്കായി പലതരം ടൂളുകളുണ്ട് ഈ ടൂൾ കിറ്റിൽ. നമുക്ക് ആ ടൂൾ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാലോ? നോക്കൂ, അടഞ്ഞ ചോദ്യങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. ഡൈക്കോട്ടോമസ്, മൾട്ടിപ്പിൾ ചോയ്സ്, ഫിൽട്ടർ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാടെണ്ണം. നമുക്കിതിലെ പ്രധാനപ്പെട്ട ചിലതിനെ പരിചയപ്പെടാം. ആദ്യത്തേത് വളരെ സിമ്പിളാണ്, ഡൈക്കോട്ടമസ് ചോദ്യങ്ങൾ. 2 ഓപ്ഷനുകൾ, അതെ അല്ലെങ്കിൽ അല്ല, ശരി അല്ലെങ്കിൽ തെറ്റ്, അത്രമാത്രം. ഇത് നമുക്കെല്ലാവർക്കും പരീക്ഷകളിലൊക്കെ കണ്ട് നല്ല പരിചയമുള്ള ഒന്നാണ്, മൾട്ടിപ്പിൾ ചോയ്സ്. ഒരു ചോദ്യം, അതിന് താഴെ കുറേ ഓപ്ഷനുകളും, അതിലേറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഡാറ്റ കിട്ടാൻ വളരെ എളുപ്പമുള്ള ഒരു വഴിയാണിത്. അടുത്തത് കുറച്ച് ട്രിക്കിയാണ്, ഫോഴ്സ്ഡ് ചോയ്സ് ചോദ്യങ്ങൾ. ഇവിടെ എനിക്കറിയില്ല അല്ലെങ്കിൽ അഭിപ്രായമില്ല എന്നുള്ള ഓപ്ഷൻ കാണില്ല.
ഒന്നുകിൽ നിങ്ങൾ യോജിക്കണം അല്ലെങ്കിൽ വിയോജിക്കണം. ആളുകളുടെ ഒരു ഉറച്ച അഭിപ്രായം അറിയാനാണ് ഇതുപയോഗിക്കുന്നത്. ഇനി കഫേറ്റീരിയ ചോദ്യങ്ങൾ. പേര് പോലെ തന്നെ ഒരു ഹോട്ടലിലെ മെനു കാർഡ് പോലെയാണ്. തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ യോജിക്കുന്നതോ ആയ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അടുത്തത് ഫിൽട്ടർ ചോദ്യങ്ങൾ. ഇതിനെ ഒരു വഴി കാണിച്ചു തരുന്ന ചോദ്യമെന്ന് പറയാം. അതായത് നിങ്ങൾ ഒരു ചോദ്യത്തിന് നൽകുന്ന ഉത്തരമാണ് അടുത്തതായി ഏത് ചോദ്യം ചോദിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യും. അപ്പോ നമ്മളിപ്പോ പലതരം ചോദ്യങ്ങളെ പരിചയപ്പെട്ടു, അല്ലേ? ഒരു മെക്കാനിക് ഓരോ ജോലിക്കും ശരിയായ സ്പാനർ എടുക്കുന്നതുപോലെ ഒരു ഗവേഷകനും തന്റെ ഗവേഷണത്തിന് ഏറ്റവും അനുയോജ്യമായ ചോദ്യം തിരഞ്ഞെടുക്കണം. അത് വളരെ പ്രധാനമാണ്. സിമ്പിളായി പറഞ്ഞാല്, നിങ്ങൾക്കൊരാളുടെ അനുഭവത്തിന്റെ ആഴമറിയണം, എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന ചോദ്യങ്ങളാണ് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അളക്കണം, താരതമ്യം ചെയ്യണം, എത്ര, എന്ത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടഞ്ഞ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോ ഓർക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ശരിയായ ചോദ്യം ചോദിക്കണം. ഒരു രോഗിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ആ താക്കോല് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കും?